ആദ്യം കേണൽ എസ് ഡിനി, ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് സമാധാനം തരുന്നതാണ്, ആശ്വാസം തരുന്നതാണ്, സന്തോഷം തരുന്നതുമാണ്. കാരണം പതിയെ പതിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ടൂറിസത്തെയൊക്കെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നവരാണ്, അവരുടെ ഏക പ്രതീക്ഷ അതാണ്. അപ്പോൾ അവർ പ്രതീക്ഷയോടെ പറയുന്നത് ഇപ്പോൾ കേട്ടല്ലോ, ശരിയാകും, എല്ലാം ശരിയാകും എന്നതാണ്. ഒരു ഭയമൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം തിരിച്ചു വരും എന്ന് പറയുകയാണ്. അവരെ സംബന്ധിച്ച് ഒരുപക്ഷെ എത്രയോ തവണ അഭിമുഖീകരിച്ച പ്രശ്നമാണ്. ഒരിക്കൽ കൂടി അത് കഴിഞ്ഞിനി സാധാരണ നിലയിലേക്ക് പോകുമെന്ന ആ ഒരു പ്രത്യാശ, ശുഭപ്രതീക്ഷ അവർക്കൊക്കെ ഉണ്ട് എന്നതാണ്. കേണൽ എസ് ഡിനി, എങ്ങനെയാണ് ഇങ്ങനെ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? നോക്കൂ മാഡം, ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഭാരതത്തിൻ്റെ സ്ട്രാറ്റജി, അത് എന്തുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു സീസ് ഫയറിലേക്ക് എത്തിയെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്തിനാണ് ലോഞ്ച് ചെയ്തതെന്ന് ആദ്യം തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. പെഹൽഗാമിൽ ഭീകരവാദികൾ വന്ന് നമ്മുടെ 26 സിവിലിയൻസിനെ അവർ വധിച്ചത്, അതിന് പകരമായിട്ട് നമ്മൾ അത് ചെയ്തതും അത് ചെയ്യിപ്പിച്ച ആളെയും ചെയ്തത് ഇപ്പോഴും ഓപ്പറേഷൻ ഓൺ ആണ്, പക്ഷെ അത് ചെയ്യിപ്പിച്ച ആളുകൾ ആരാണോ അവരെ എവിടാണോ അവിടെ നമ്മൾ വന്ന് അവരെ സ്ട്രൈക്ക് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ ഭീകരവാദികൾ ക്യാമ്പ് അത് എവിടെ ആയാലും ശരി അവരെ സ്ട്രൈക്ക് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ ഒരു 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 ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇത് യുദ്ധത്തിലേക്ക് പോകരുത് എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് പോകാതിരിക്കുക എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്? കാരണം നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരു വികസിത പാതയിലൂടെയാണ്, നമ്മൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയിലാണ്. അതുകൊണ്ട് ഒരു യുദ്ധം തീർച്ചയായിട്ടും ഏതൊരു രാജ്യത്തിനെയും പിന്നോട്ട് വലിക്കും. അപ്പം പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്ത് അതിനകത്ത് ഒന്നും അവിടെ ഇല്ല. അങ്ങനത്തെ ഒരു രാജ്യമായിട്ട് നമ്മൾ ഇപ്പം ഒരു യുദ്ധത്തിലേക്ക് പോയാൽ നമുക്കത് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ യുദ്ധത്തിലേക്ക് പോകരുത് എന്നുള്ള ലക്ഷ്യമുണ്ട്. പക്ഷേ മറുപടി നമ്മൾ കൊടുക്കണം, പാകിസ്ഥാന് ഒരു ഒരു ഡിറ്ററൻസ് വേണം, ഇത് നമ്മുടെ ലക്ഷ്യമാണ്. അങ്ങനെയാണ് നമ്മൾ 9 ടെറർ ക്യാമ്പ്സിനെ നമ്മൾ സ്ട്രൈക്ക് ചെയ്തത്. ജയ്ഷെ മുഹമ്മദിൻ്റെ ക്യാമ്പ്, ലഷ്കർ എ തോയ്ബയുടെ ക്യാമ്പ്, അതുപോലെ മറ്റ് ഭീകരവാദി സംഘടനകളുടെ ക്യാമ്പ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. ഏകദേശം 100ഓളം ഭീകരവാദികൾ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനകത്ത് 6 ഭീകരവാദികൾ, ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഭീകരവാദികൾ, ഇൻക്ലൂഡിങ് അബു ജിണ്ടാൽ പോലുള്ള ഭീകരവാദികൾ വധിച്ചെന്നുള്ള റിപ്പോർട്ടും വന്നു. അത് കൺഫേംഡ് ആണ്. അപ്പം നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഉദ്ദേശം നമ്മൾ ചെയ്തു. അത് ചെയ്തത് എവിടെയാണ്? പാകിസ്ഥാൻ്റെ ഹാർട്ട് ലാൻഡായ പഞ്ചാബ് പ്രൊവിൻസിൽ വരെ നമ്മൾ ബാവൽപൂർ എന്നൊക്കെ പറയുന്ന ആ സ്ഥലം 100 കിലോമീറ്ററിന് ഉള്ളിൽ നമ്മൾ കയറി സ്ട്രൈക്ക് ചെയ്തു. അത് പാകിസ്ഥാൻ്റെ സൈന്യത്തിനെയും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെയൊക്കെ ഭേദിച്ചാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇത് നമ്മൾ ഭീകരവാദി എഗെയിൻസ്റ്റ് ആണ് ചെയ്തത്, മിലിറ്ററി ടാർഗറ്റ്സ് ചെയ്തില്ല, സിവിലിയൻസിനെ ചെയ്തില്ല, ഇത് നമ്മൾ നോൺ എസ്കലേറ്ററി. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ലക്ഷ്യം യുദ്ധത്തിലേക്കല്ല. നമ്മൾ ചെയ്തത് ഇതൊരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ല എന്നുള്ളത്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവരൊരു തിരിച്ചടി അവർ ചെയ്യും. കാരണം അവർ ഒരു സൈന്യമാണ്, അവർക്കത് ചെയ്തേ തീരൂ. നമ്മളിപ്പോൾ ചെന്ന് അടിച്ചു കഴിഞ്ഞിട്ട് അവരൊന്നും ചെയ്യത്തില്ല, ഓക്കെ സോറി എന്ന് പറയുന്നുള്ള രീതിയല്ല, അവർ തീർച്ചയായിട്ടും ചെയ്യും എന്നുള്ളത് നമുക്കും അറിയാം. ആ തിരിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യത്തിൽ നമ്മൾ റെഡിയായിരുന്നു. അവർ വന്നു, അവർ സ്ട്രൈക്ക് ചെയ്യാൻ നോക്കി. അത് നമ്മളെ എയർ ഡിഫൻസ് സിസ്റ്റം S-400 സുദർശൻ ചക്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിസ്റ്റം കൊണ്ട് നമ്മൾ തടഞ്ഞു. എന്നിട്ട് അതിനു വേണ്ടി വീണ്ടും നമ്മൾ മറുപടി കൊടുത്തു. അതിൽ നിന്ന് നമ്മൾ അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റം, ലാഹോറിലേക്ക് എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ തകർത്തു. അതുകൊണ്ടും പോലും പാകിസ്ഥാൻ തയ്യാറായില്ല. അവർ വീണ്ടും നമ്മളെ അഗെയിൻസ്റ്റ് ആയിട്ട് 26 സിറ്റീസിനെ വീണ്ടും ടാർഗറ്റ് ചെയ്തു. അതും നമ്മൾ തടഞ്ഞു. പല സ്ഥലത്തും പുഞ്ച് ഏരിയ, ജമ്മു ഏരിയയിലൊക്കെ ചില ഡ്രോൺസൊക്കെ അവിടെ സിവിലിയൻസിൻ്റെ ഇടയ്ക്കൊക്കെ വീണു. പക്ഷേ തിരിച്ച് നമ്മൾ അതിഭയാനകമായിട്ടുള്ളൊരു സ്ട്രൈക്കാണ് ഇന്നലെ ചെയ്തത്. ഇന്നലെ രാവിലെ നമ്മൾ ചെയ്തത് പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ 11ഓളം എയർ ബേസുകൾ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തു എന്ന് പറയുമ്പോൾ അവരുടെ എയർ സ്ട്രിപ്സിനെ ഡിസ്ട്രോയ് ചെയ്തു, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്തു. അതുപോലെ തന്നെ ചില റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് ഉള്ള സ്ഥലത്ത് പോലും നമ്മൾ പോയി ബോംബിട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചു എന്നുള്ളത് പാകിസ്ഥാൻ തന്നെ കൺഫേം ചെയ്തു. ഈ ഒരു അവസ്ഥയിൽ ഇനി പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ഇതിലും വലിയൊരു തിരിച്ചടി കിട്ടും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആ സമയത്താണ് അവർക്ക് $1 ബില്യൺ IMFൻ്റെ ലോൺ സാങ്ഷൻ ആവുന്നത്. അതിന് സാങ്ഷൻ ആവണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായിട്ട് അമേരിക്ക ഉണ്ട്. അമേരിക്കയുടെ പ്രഷർ ഡെഫിനറ്റ് ആയിട്ട് പാകിസ്ഥാൻ്റെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത് ഇവിടെ വെച്ച് തീർത്തു, അതല്ലെങ്കിൽ ഭാരതം ഇനിയും നിങ്ങളെ അടി കിട്ടും, അപ്പോഴും നിങ്ങൾക്ക് ആരും സഹായിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വരും. അതുപോലെ തന്നെ ഈ $1 ബില്യൺ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതെ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് അമേരിക്ക പറഞ്ഞതായൊക്കെയാണ്. നമുക്കതിൽ സ്ഥിരീകരിച്ച വിവരങ്ങളില്ല, പക്ഷേ അത് അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് കരുതാം. അതെ
അതെ, അതൊരു സാഹചര്യം വെച്ച് അതിന്റെ ടൈമിംഗ് വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല ആർക്കും, IMFന്റെ ലോൺ അമേരിക്കയ്ക്ക് നല്ല സ്വാധീനമുണ്ട്. ആ ലോൺ പാകിസ്ഥാൻ ഇപ്പം ആവശ്യമാണ്. കാരണം ഞാൻ പറഞ്ഞു വെച്ചാൽ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു പവറിലെങ്കിൽ അവർ ഇമ്മീഡിയറ്റ്ലി അത് എഗ്രി ചെയ്യുന്നത്, ചിലപ്പോൾ ഈ പ്രശ്നം തന്നെ ഉണ്ടാകത്തില്ല. പക്ഷേ ജനറൽ അസീം മുനീറിനെ പോലുള്ള ഒരു പാകിസ്ഥാനി ജനറലിന് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് പ്രഷർ അവിടെ കൊടുത്തത്. അതായത് നിങ്ങൾ സൈനികമായിട്ട് തകർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഈ എയർബേസസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഇനി അവരുടെ എയർഫോഴ്സ് അവരുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി 50% താഴെ വരും. കാരണം പറന്നാലല്ലേ അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലോൺ തരുന്നത് അത് ഞങ്ങൾ വേണമെങ്കിൽ ഫ്രീസ് ചെയ്യും. അതായത് ലോൺ സാങ്ഷൻ ചെയ്തു, പക്ഷേ പൈസ കയ്യിൽ കിട്ടണമെങ്കിൽ അത് അമേരിക്ക വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇത് അവിടെ പാകിസ്ഥാൻ്റെ ഉള്ളിലും അതേ കാര്യമാണ്. എങ്ങനെയെങ്കിലും അവർക്കൊരു എക്സിറ്റ് സ്ട്രാറ്റജി, ഇത് എങ്ങനെയാണ് ഇതിനെ ഒരു പുറത്തോട്ട് വരിക, അതായത് ഒരു മുഖം രക്ഷിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു പരിഹാരം കാണുകയും വേണം. അതിൻ്റെ ഒരു കറക്റ്റായിട്ട് അമേരിക്ക അവിടെ ആ ലോണിൻ്റെയും പറഞ്ഞു കാണാം, അല്ലെങ്കിൽ പ്രഷർ കൊടുത്തു കാണാം. അത് തന്നെയാണ് നമ്മുടെ അടുത്തും. അതുകൊണ്ടാണ് അവരുടെ DGMO, പാകിസ്ഥാൻ്റെ DGMO ഇന്നലെ 3:35 നമ്മളെ DGMO സംസാരിച്ചു. നമ്മളത് ഫസ്റ്റ് ദിവസം തൊട്ട് പറയുന്ന കാര്യമാണ്, നമ്മളിതിനെ എസ്കലേറ്റ് ചെയ്യാൻ ആഗ്രഹമില്ലെന്ന്. നമ്മൾ ആദ്യം സ്ട്രൈക്ക് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ്, നമുക്ക് ഒരിക്കലും എസ്കലേഷൻ്റെ താല്പര്യമില്ലെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വെടി നിർത്താൻ തയ്യാറാണ്. അപ്പോൾ പറഞ്ഞു ഓക്കെ, ഞങ്ങളും തയ്യാറാണ്. നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞത്, അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ബാക്ക് ഫുട്ടായിട്ടൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ ആ ഒരു DGMOയുടെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപ് അനൗൺസ് ചെയ്തു. അപ്പം ഡൊണാൾഡ് ട്രംപ് ബീങ് ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം ഏത് രീതിയിലാണ് അനൗൺസ് ചെയ്തത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷേ ഇതാണ് ആക്ച്വലി അത് നടന്നതും, ഇതാണ് സീസ് ഫയറിലേക്ക് നയിച്ചതും. സീസ് ഫയറിലേക്ക് നയിച്ചതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ അവിടെ ശക്തമായ തിരിച്ചടി കൊടുത്തു. അത് പാകിസ്ഥാൻ സൈന്യത്തിനും ബോധപ്പെട്ടു. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിലെ ദയനീയ അവസ്ഥ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയക്കാർക്കും മറ്റുള്ളവർക്കും ഒക്കെ അറിയാം. അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ബലൂചിസ്ഥാനിലെ പ്രശ്നം നടക്കുന്നുണ്ട്, വെള്ളമില്ലാതെ സിന്ധു നദിക്കരാറിൻ്റെ ഉള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, വെള്ളം തുറന്നുവിടുന്നതിൻ്റെ പ്രശ്നം നടക്കുന്നുണ്ട്. അങ്ങനെ ആഭ്യന്തരമായിട്ട് ധാരാളം പ്രശ്നം നടക്കുമ്പോഴാണ് അവർ ഈ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചു തന്നെ പറയാം. പാകിസ്ഥാൻ സൈന്യത്തിന് അവർക്ക് സമ്മതം ഉണ്ടോ ഇല്ലെന്നുള്ളത് അത് വേറൊരു കാര്യമാണ്. ജനറൽ അസീം മുനീറിനെ പോലുള്ള ഒരു ഭീകരവാദി യൂണിഫോം ചിലപ്പോൾ ഇതൊന്നും എഗ്രി ചെയ്ത് കാണത്തില്ല. പക്ഷേ ആ ജനറൽ അസീം മുനീറിനെ കൊണ്ടുപോലും ഇത് എഗ്രി ചെയ്യിപ്പിച്ചിട്ടാണ് ഈ സീസ് ഫയറിന് അവർ റെഡിയായത്. അതെ, അതിനിടയിൽ ചില റിപ്പോർട്ടുകളൊക്കെ വന്ന് അസീം മുനീർ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഈ പ്രോട്ടോകോൾ ലംഘിച്ച് പോലും അദ്ദേഹം ഈ സമയത്ത് ചില വിദേശ രാജ്യങ്ങളിലേക്ക് നേരിട്ട് ചെന്ന് ഇതിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചു എന്നൊക്കെയാണ്. അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. പക്ഷെ അത്തരം റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വരുന്നുണ്ട്. കേണൽ ഡിന്നി റഷ്യയിലേക്കും ചൈനയിലേക്കും അമേരിക്കയിലേക്കും സൗദിയിലേക്കും പോയി എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇടപെടൽ അഭ്യർത്ഥിച്ചുകൊണ്ട് സൈനിക മേധാവിക്ക് പോകേണ്ടി വന്നു. ആ സമയം നമ്മൾ ഇയാൾ എവിടെയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നത് കണ്ടാണല്ലോ. അതെ, സൗദിയുടെ മിനിസ്റ്റർ അവിടെ പോയിരുന്നു, നമ്മളടുത്ത് വന്നിരുന്നു. ചൈനയുടെ സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ഫുൾ ഇതിൽ ഒരു ന്യൂട്രൽ എന്നുള്ള രീതിയിലാണ്. കുറച്ച് ഓഫ്കോഴ്സ് അവർ പാകിസ്ഥാൻ കൂടാണെന്ന്, അത് സീസ് ഫയർ കഴിഞ്ഞിട്ട് പിന്നെ കുറേ സ്റ്റേറ്റ്മെന്റ്സ് അവരുടെ വന്നു. പക്ഷെ അതിന് മുൻപ് ഒന്നും വന്നിട്ടില്ല. ടർക്കിയെ സംബന്ധിച്ചോളം അവരുടെ സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും വന്നില്ല. പക്ഷേ പാകിസ്ഥാൻ അസീം മുനീർ ഈ രാജ്യങ്ങളൊക്കെ പോയോ എന്നുള്ള കൺഫേംഡ് റിപ്പോർട്ടല്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ജനറൽ അസീം മുനീർ തന്നെയാണ് ഈ ഒരു രാജ്യത്തെ ഇങ്ങനെ തള്ളി വിട്ടുകൊണ്ടിരുന്നത്. അതായത് പെഹൽഗാം ചെയ്തതും ജനറൽ അസീം മുനീറിന്റെ തന്നെ ആ ബുദ്ധിയാണ്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചടിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ വരുമെന്നുള്ള സാഹചര്യം മനസ്സിലാക്കി അവരെന്തെങ്കിലും ചെയ്തേ തീരൂ എന്നുള്ള രീതിയിലേക്ക് ഭാരതത്തിൻ്റെ അഗെയിൻസ്റ്റ് ഒരു റിറ്റാലിയേഷൻ എന്നുള്ള ചെയ്തതും അസീം മുനീർ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ആ അസീം മുനീറിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഡിഫറെൻ്റ് ആണ്. അസീം മുനീർ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ രക്ഷിക്കുമോ എന്ന് പറയുന്ന സ്ഥിരം ശൈലിയാണ്. ഇതിനു മുമ്പ് ജനറൽ ബാജ്വ ആയിരുന്ന സമയത്ത് പാകിസ്ഥാന് നമ്മൾ അവിടെ ബാലക്കോട്ടിൽ എയർ സ്ട്രൈക്ക് ചെയ്തപ്പോഴും ഇതേപോലെ അമേരിക്ക വിളിച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾ മര്യാദയ്ക്ക് വിംഗ് കമാൻഡർ അഭിനന്ദനെ കൊടുത്തില്ലെങ്കിൽ ഇതുപോലത്തെ മിസൈൽ സ്ട്രൈക്ക് നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞ് ഓവർനൈറ്റ് അവർ അഭിനന്ദനെ തിരിച്ചു വന്നു. അത് പാകിസ്ഥാൻ പാർലമെന്റിൽ പിന്നെ അവരുടെ ആളുകൾ തന്നെ പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് ജനറൽ മുഷറഫിന്റെ സമയത്തും കാർഗിൽ യുദ്ധ സമയത്തും നവാസ് ഷെരീഫ് അമേരിക്കയിൽ പോയി ബിൽ ക്ലിന്റനുമായിട്ട് സംസാരിച്ചിട്ടാണ് അവർ വീണ്ടും ചെയ്തത്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഇതൊരു സ്ഥിരം ശൈലിയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ശ്രമം ആദ്യം ചെയ്യും, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ അവസാനം അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ കാല് പിടിച്ച് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യും. ഇതൊരു സ്ഥിരം പാറ്റേൺ ആണ്. ഇപ്രാവശ്യവും അതേപോലെ തന്നെയാണ് നടന്നിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ അത് ഈ സാധാരണക്കാർക്ക് ഒരു നോളജിന് വേണ്ടി പറയാം. അതായത് യുദ്ധം പ്രഖ്യാപനമില്ലാതെ പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് നമ്മൾ ബ്രഹ്മോസ് പോലത്തെ മിസൈൽ ഫയർ ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. അത് അവരുടെ എയർ ബേസസ് നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. അവർ ഇങ്ങോട്ട് റിറ്റാലിയേറ്റ് ചെയ്ത ഒരു മിസൈലോ ഒരു ഡ്രോണോ ഈ മെയിൻലാൻഡ് ആയിട്ടുള്ള
അവിടെ ഒന്നും എഫക്ട് ചെയ്തിട്ടില്ല. അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന പുഞ്ച്, രജൗരി, ഊരി സെക്ടറിലെ ലൈൻ ഓഫ് കൺട്രോളിൽ, പിന്നെ ജമ്മുവിൽ കുറച്ച് ഏരിയയിൽ അവിടെ മാത്രമാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഒരു ആർട്ടിലറി ഗണ്ണും മറ്റുമായിട്ട് സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കാൻ സാധിച്ചത്. അല്ലാതെ നമ്മളെ ഈ കംപ്ലീറ്റ് മെയിൻ ലാൻഡിൽ ഒരൊറ്റ കാര്യം പോലും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് അത് അവരെ സംബന്ധിച്ചുള്ള വലിയൊരു തിരിച്ചടി തന്നെയാണ്.